ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഒരുവിധം കഴിയുമെങ്കിൽ ഡെയിലി വീഡിയോ ഇടുന്ന ആളാണല്ലേ. അധികം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ ഡെയിലി വീഡിയോ ഇടാതെ നിൽക്കൽ. എന്നാലും 2 ദിവസം 3 ദിവസം ഒന്നും വീഡിയോ ഇടാതെ നിൽക്കലില്ല. അപ്പം നമുക്ക് തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഡെയിലി വരാത്തത്. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ നമ്മളെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ന്യൂട്രിലോഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ. ഇനി എപ്പോഴും വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ആയിക്കാരം. അതുകൊണ്ട് ഞാൻ ഇന്നത് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ്, മഴയൊക്കെ കാരണം അവധി പ്രഖ്യാപിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ ഞാൻ വേഗം ചുട്ടെടുക്കണം. അപ്പോൾ പുട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. സ്കൂളില്ലാതെ മക്കൾ വീട്ടിലുണ്ടാകുമ്പം ചിലപ്പം എപ്പോഴും വിശപ്പേക്കാരം എന്തെങ്കിലും തിന്നാണ്ടോ ചോദിച്ചു വരും. നമ്മളൊന്നും തിന്നാൻ കൊടുക്കാത്ത പോലെയാണ്. എന്നാലും ഓർക്ക് കാര്യമായിട്ട് വേണ്ട ബേക്കറി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ പിന്നെ നമ്മൾ ന്യൂട്രിലോഡ് ഉണ്ടായതുകൊണ്ട് ചിലപ്പം അതും അങ്ങനെ കഴിക്കും. അപ്പോൾ പുട്ട് ഞാൻ കുറച്ച് അധികം വേഗം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അനിയത്തിൻ്റെ മക്കളും ഉണ്ട്. അപ്പോൾ ഒന്ന് പുട്ടുക്ക് കറിയൊന്നുമില്ല കേട്ടോ, കടലൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലേനും. നമ്മൾ ഈ ന്യൂട്രിലോഡ് ഉണ്ടാക്കണ അന്നുണ്ടല്ലോ, അന്നത്തെ ദിവസം നല്ല പണിക്കാർ കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ കടല വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടേനെ. അപ്പോൾ ഒന്ന് പുട്ടും പഴവും ആക്കി. പിന്നെ ഞാൻ രാവിലെ തന്നെ എള്ള് കഴുകി വെച്ചിട്ടുണ്ടേനെ. അപ്പോൾ എള്ള് കഴുകി കഴിഞ്ഞാൽ ഉണക്കാം. അപ്പോൾ നമുക്ക് പ്രയാസമാണ്, വെയിലില്ലാതെ എല്ലാവർക്കും അറിയാലോ, മഴയല്ലേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ മില്ലിൽ കൊടുക്കല കേട്ടോ. അപ്പോൾ അവരിത് ചൂടാക്കി തരും. ചൂടാക്കി തരുമ്പം നല്ലോണം ഉണങ്ങും. അതല്ലെങ്കിൽ കേടാവുകയെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഐറ്റംസ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുമ്പം എൻ്റെ മനസ്സിലെന്താ അറിയോ, ഞാൻ അത് ഉണ്ടാക്കി തരുമ്പോൾ അത് കഴിച്ചിട്ടുള്ള എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വൃത്തിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വൃത്തിയും. അങ്ങനെയല്ല, ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കണത് എന്താ വെച്ചാൽ ഞാൻ നല്ലോണം കഴുകിയിട്ട് എല്ലാവർക്കും അറിയാം, എള്ളിൽ ചെറുതായിട്ട് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല വൃത്തിക്ക് വേണം നമ്മളിത് ചെയ്യണമെങ്കിലും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് ഇത് ഓർഡർ ചെയ്യണതല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ഒരു 2-3 പ്രാവശ്യം എന്തായാലും നല്ലോണം കഴുകണം, എന്നാലുള്ളൂ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ചെളിയൊക്കെ നല്ലോണം പോവും ചെയ്യുക. അതേപോലെ ഒരു സ്മെല്ലും ഉണ്ടാവും. ആ സ്മെല്ലൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് മെഷീനൊന്നും ഇല്ലല്ലോ, ചൂടാക്കണ മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മില്ലിൽ കൊടുക്കല കേട്ടോ. വെയിലുണ്ടാകുമ്പോൾ ഞാൻ വെയിലത്തേക്ക് ഇടും. അപ്പോൾ ഇന്ന് അനിയത്തിൻ്റെ മക്കൾ ഇന്നലെ ഇതിൻ്റെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഓൾ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ പൊളിച്ചതും പൊട്ടിച്ചതും ഒക്കെ ഓൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇപ്പം അതാ ഞാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ റാഹത്താണ്. ഇപ്പോൾ നാത്തൂനും അതേപോലെ അനിയത്തി, എൻ്റെ അമ്മയും അതേപോലെ എൻ്റെ ഇവിടുത്തെ നാത്തൂൻ്റെ മക്കളും ഒക്കെ ഹെൽപ്പിന് നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു കൂലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണം, അതിൽ സക്സസ് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടേനു. പക്ഷേ ഇങ്ങനെ സക്സസ് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന ഉണ്ട് എനിക്ക്. ആ ഒരു പ്രാർത്ഥന കൊണ്ടാവും പെട്ടെന്ന് തന്നെ അത് ക്ലിക്കായതും അതേപോലെ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ കേട്ടോ. പിന്നെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കാണാങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് എന്നൊക്കെ പറയണത് എൻ്റെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ കേട്ടോ, എൻ്റെ സന്തോഷമൊക്കെ ഞങ്ങളോട് പറയണതല്ലേ, അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വേറെ ഒന്നും ചിന്തിച്ചിട്ടൊന്നും അല്ല. അപ്പോൾ നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കരുത്. നെഗറ്റീവായിട്ട് എടുക്കല്ല, പക്ഷേ ഒരു പറയണത് എന്താ വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ഓർഡർ കിട്ടണമെന്ന് എന്തിനാ അപ്പോൾ വീഡിയോയിൽ പറയണമെന്നൊക്കെയാണ് ഒരു പറയുന്നത്. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാവും. അപ്പോൾ ഞാൻ ഓരോ പണിയിലാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഒന്ന് ബിരിയാണി ആക്കാമെന്ന് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ അവന് ചിക്കൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കല്. അപ്പോൾ ഇന്ന് ചിക്കൻ പൊരിക്കാനൊന്നും ടൈമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. അപ്പോൾ ഞാൻ ഇത് വേഗം ദമ്മിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, വിശക്കുമ്പോൾ എടുത്ത് കൊടുക്കും ചെയ്യാലോ നേരത്തെ ഉണ്ടാക്കിയാലേ.
അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ പൊരിക്കാൻ വെച്ച് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം എന്താ നമുക്ക് ബിരിയാണിക്കുള്ള സവാളയും തക്കാളിയും സവാള ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചില കൂട്ടുകാർ നമ്മളെ കോൺടാക്ട് നമ്പർ അറിയുന്ന കൂട്ടുകാർ എന്താ വീഡിയോ ഇടാത്തത് ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇനി ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിനി. അപ്പോൾ വീഡിയോ ഇടാതെ വെക്കൂല കേട്ടോ. ഇത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് ഈ ഫുഡ് ഉണ്ടാക്കി ഈ വീഡിയോ എടുത്ത് വിടുന്നതൊക്കെ. ഇത് ഞാൻ ആദ്യമേ ചെയ്തിനതല്ലേ, ഇത് നമ്മളെന്തായാലും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നമ്മളിപ്പോൾ പുതിയൊരു ബിസിനസ്സൊക്കെ വന്നപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു തട്ടിമുട്ടലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ കറക്റ്റ് ഇതിൽ നടക്കാത്തത്. അപ്പോൾ ഈ തട്ടിമുട്ടൊക്കെ ഒന്ന് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ലെവലായി വരാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനലൊക്കെ തുടങ്ങി. ആ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് തന്നെ ഇടുന്നില്ല. ഞാൻ പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിലും ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹെൽപ്പിനൊക്കെ ആൾക്കാരായില്ലേ, അപ്പോൾ വീഡിയോ അതേപോലെ എടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ഒഴിവിനനുസരിച്ചിട്ട് അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കൽ നടക്കണില്ല. അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ കുറച്ച് നേരമായി കഴുകി വെച്ചിട്ട് അപ്പം ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ പുറത്ത് അടുപ്പത്ത് ഞാൻ പിന്നെ അരി തിളപ്പിച്ചൂറ്റാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളക്കട്ടെ. പിന്നെ അതേപോലെ മണ്ട് നമുക്ക് ന്യൂട്രലിയോടൂനുള്ള കടലയൊക്കെ വറുക്കുന്നുണ്ട്. കടല, ബദാം, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ പിന്നെ അവില്, കുറച്ച് അരി, അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളതായിട്ടുള്ള കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഞാനിത് പിന്നെ അങ്ങനെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ല നമ്മളിത് തുടങ്ങിയത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ എൻ്റെ അമ്മാൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ്. ഉമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നീനേതാണ്. അപ്പോൾ ഞാനും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ അങ്ങനെ ഓർഡറൊക്കെ കിട്ടിയപ്പോൾ ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ അതും വീഡിയോയിൽ കാണിച്ചപ്പോഴാണ് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ന്യൂട്രിലഡു എല്ലാവരും വാങ്ങിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ല സാധനങ്ങളാണ് അതിലേക്ക് ചേർക്കുന്നത്. കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി, ഇനിയിപ്പം വാങ്ങാൻ കഴിയാത്തവർ ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഓരിങ്ങനെ ഇപ്പോൾ രാവിലെ ചായയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബോൾ കൊടുക്കുക. അതേപോലെ തന്നെ 4 മണിക്ക് ചായ കൊടുക്കുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ചായയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബോളൊക്കെ കൊടുത്താൽ ഓരങ്ങനെ കഴിക്കും. പിന്നെ ചില കുട്ടികൾ വിടൂല കേട്ടോ, കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കി ചേർക്കുന്നതുകൊണ്ടേ. പിന്നെ നമുക്ക് ബ്ലഡ് കൗണ്ട് കൂടാനും നല്ലൊരു ഊർജ്ജം കിട്ടാനും ഒക്കെ നല്ലതാണ്, നല്ലൊരു എനർജിയൊക്കെ കിട്ടും. ഇനി നമ്മൾ വേറെ ഒരു ഐറ്റം കൂടെ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സീഡ്സ് ബോളും ഉണ്ടാക്കണം. അതേപോലെ നമുക്ക് ഈ ഒരു ന്യൂട്രിലഡൂന് ഓർഡർ തരുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് അച്ചാർ, ബീഫ് അച്ചാറും മീനച്ചാറും വെളുത്തുള്ളി അച്ചാറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇൻഷാ അല്ലാഹ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അയച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇവിടെ നല്ല തകൃതിയായ പണിയിലാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ട്രൈബോർഡും കേടായിക്കണം, ഫോൺ അതിന്മേൽ വെച്ചാൽ ചാടുകയാണ്. അപ്പോൾ ഇനി ഒരു ട്രൈബോർഡും വാങ്ങിക്കണം. പിന്നെ ഞാനിങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഉള്ളൊരു വീഡിയോ എടുക്കലാട്ടോ. അപ്പം ബിരിയാണിയൊക്കെ പൊട്ടിച്ച് എല്ലാവർക്കും ബിരിയാണിയൊക്കെ കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ നമ്മൾ എള്ള് ചൂടാക്കാൻ വേണ്ടിയിട്ട് ബാബു മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ബാബു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും പോയിട്ട് മില്ലിൽ നിന്ന് എള്ള് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മില്ലുള്ളത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ചൂടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ 2ാം പ്രാവശ്യം പോയതാട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂടായി കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കുകയെ. നമ്മൾ കഴുകി നല്ല നനവുള്ളതല്ലേ കൂടെ ഞാൻ 2-3 പ്രാവശ്യം നല്ലോണം കഴുകും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ലോണം പൊതിരും. അപ്പോൾ ചൂടായി കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെയാണ്, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും അത് ചൂടാക്കിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നു. പിന്നെ വറുക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞ് ബോൾസൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ നാത്തൂനും അതേപോലെ എൻ്റെ അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ടേ അന്നത്തെ ദിവസം തന്നെ പൊടിക്കലും ബോൾസാക്കലും കഴിയും. എന്നിട്ട് ഇങ്ങനെ ചെമ്പിലാക്കിയിട്ട് അടച്ചു വെക്കലാട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇനിയുള്ള പണി പാക്കിംഗ് ആണ്. അപ്പോൾ ഇത് പോട്ടിലാക്കണം. അപ്പോൾ ഞാനും ബാവും ചിഞ്ചുമോളുമാണ് ഇതിന് നിൽക്കലിട്ടോ. പിന്നെ ചിഞ്ചുമോളും നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ CMS സ്റ്റുഡൻ്റ് അല്ലേ, അവൾക്ക് പഠിക്കാനും അത്യാവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴും ഓളാക്കലൊന്നും ഇല്ല കേട്ടോ. കാര്യമായിട്ട് ഓർഡർ എടുക്കാനും അതേപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനത്തെ പണികളാണ് ഓൾക്ക് കൊടുത്തിട്ടുള്ളത്. പഠിത്തത്തിന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം എക്സാം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഓള് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഭയങ്കര ബിസിനസ് മൈൻഡാണ് കേട്ടോ. എനിക്ക് ഓരോ ഐഡിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും.
എന്നോട് കുറേ അയക്കണം എന്തെങ്കിലും അതേപോലെ തന്നെ എൻ്റെ ബ്രദറും ഓനിക്കും അതേപോലെ തന്നെ കേട്ടോ. എന്നോട് കുറേ അയക്കണം പറയാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കോ, എന്തെങ്കിലും ഒന്ന് നോക്കിക്കോ, എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇറക്കുകയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ തരലാണ് എൻ്റെ ആങ്ങളെയും അതേപോലെ തന്നെ എൻ്റെ ചിഞ്ചുമോളും. അപ്പോൾ ഒരു രണ്ടാളും പറഞ്ഞ ആ ഒരു ലെവൽക്ക് ഇപ്പം എനിക്ക് എത്താൻ പറ്റി. ഞാൻ അവനോട് പറയാം, ഞാൻ ഇപ്പം എന്താ തുടങ്ങുക, അപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എനിക്കാണെങ്കിൽ ഫുഡ് സെയിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ കാറ്ററിംഗ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ഓൺലൈനായിട്ട് നമ്മളൊന്നും ചെയ്യണില്ലല്ലോ. നമ്മളെ രുചി ഇങ്ങനെ എല്ലാവരിലേക്കും എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ചാറും അതേപോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ്. അങ്ങനെ ഏതായാലും കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ന്യൂട്രിലഡു ചിഞ്ചുമോൾ തന്നെ പറഞ്ഞത്, പക്ഷേ വീഡിയോയിൽ കാണിച്ചു നോക്കുക, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊന്ന് പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കുമ്മലാണ് നമുക്ക് ഫസ്റ്റ് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പം എന്തായാലും ഓളെ മൈൻഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ അത് വന്നതൊക്കെ. ഭയങ്കര ഇൻട്രസ്റ്റും ആണ് കേട്ടോ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനും ബിസിനസ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി എനിക്കിങ്ങനെ ഓരോ ഇത് പറഞ്ഞുതരും, മെച്ചേനി അത് നോക്കാം നമുക്ക്, മെച്ചേനി ഇത് നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ. ഓളുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതും. ഓളും ബാവുക്കാക്കും ഒക്കെ നല്ല ഹെൽപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾ എന്നാ അയച്ചതാണെന്നറിയോ? അപ്പോൾ ഇത് നമ്മൾ 2 ദിവസം മുന്നേ അയച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന് നമ്മൾ അയച്ചു കൊടുക്കും. ആ വീഡിയോ ഇനി പിന്നെ വരും കേട്ടോ. അപ്പോൾ ഡെയിലി വിടുന്നത് ഡെയിലി വീഡിയോ ആദ്യമൊക്കെ ഡെയിലി തന്നെ ഇട്ടേനി, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇടാൻ പറ്റണില്ല. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നേരം പോണതും അറിയില്ല. പിന്നെ എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ, അമ്മ ഉണ്ടായതുകൊണ്ട് വലിയൊരു ഹെൽപ്പാണ്. ഇപ്പോൾ ഞാൻ ചോറൊക്കെ അടുപ്പത്തിട്ടൊക്കെയാണെങ്കിൽ അത് ഊറ്റി വെക്കാനും അങ്ങനെ വലിയ പണികളൊന്നും ഞാൻ അമ്മനെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. നിങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞാലും എടുക്കും, എന്നാലും അമ്മക്ക് വെക്കണ പോലെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മക്കും കുറച്ച് ഊർജ്ജം കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ പണിയെടുക്കുന്നത് കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേത് എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അസുഖങ്ങളാവും. ഇപ്പം അമ്മക്കും നല്ല ഇൻട്രസ്റ്റാണ്, എനിക്കിത് ബോൾസാക്കാനൊക്കെ കൂടിത്തരുമൊക്കെ ചെയ്യും. അതേപോലെ വറുക്കാനും ഒക്കത്തിനും എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് പഠിച്ചെടുത്തതും ഞാൻ അമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. അമ്മ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് പഠിച്ചെടുത്തതാണ്. അപ്പം അമ്മാൻ്റെതായിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അമ്മ എനിക്ക് പറഞ്ഞന്ന്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഒരു ബിസിനസ്സായിട്ട് അങ്ങനെ കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ബാബാക്കുൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ചിഞ്ചുമോൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ ആവാൻ തുടങ്ങിയതാണ്. അപ്പം പഠിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഓളെ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് ഓൾ ഫോൺ അറ്റൻഡ് ചെയ്യൽ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിവിനനുസരിച്ചിട്ട് നോക്കാമല്ലോ. കോള് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോൺ ഹാങ് ആവുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഫോൺ ഹാങ് ആയി നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട് കിട്ടും. എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരും. കുറച്ച് നേരം ഓള് നോക്കും, കുറച്ച് നേരം ഞാൻ നോക്കും, കുറച്ച് നേരം ബാവുക്കാക്കും നോക്കും. അങ്ങനെ 3 ആളും മാറി മാറി നോക്കലുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കണ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മറുപടി തരും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കൊടുക്കാൻ ഒരു 5 ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ചിഞ്ചുവിൻ്റെ അടുത്താണ് കേട്ടോ. ചിഞ്ചുമോളാണ് അതൊക്കെ നോക്കൽ. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച്, അതേപോലെ നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ട് അതിന് അഡ്രസ്സ് എഴുതി ഒട്ടിക്കണമല്ലോ, അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൾ തന്നെയാണ് നോക്കൽ കേട്ടോ. അപ്പോൾ ഞാനിത് ബോട്ടിലാക്കി കൊടുക്കും. പിന്നെ ഒരു അതേപോലെ കാർഡ്ബോർഡ് പെട്ടിയിലൊക്കെ ഇട്ടിട്ടുള്ള പാക്കിങ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ തരും. പിന്നെ അഡ്രസ്സൊക്കെ ഞാൻ ഒട്ടിക്കും. അതൊക്കെ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ എല്ലാം ചെയ്യൽ. പിന്നെ ഇത് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കണ്ട കേട്ടോ. അത് ആദ്യം തരുന്ന ആൾക്കാർക്ക് നമ്മളങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിച്ച ആൾക്കാർ നമുക്ക് വീണ്ടും ഓർഡർ തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ്. അതേപോലെ നിങ്ങൾ കഴിച്ചിട്ട് നല്ല റിസൾട്ട് പറയുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിന്, കുട്ടികളിത് വിടുന്നില്ല, ഞാൻ അടുത്ത് പാത്തിച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ പിന്നെ വോയിസ് ഒന്നും വീഡിയോയിൽ ഇടലില്ല. അപ്പോൾ എല്ലാവർക്കും അതൊന്നും പറ്റുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോയിൽ കാണിക്കലും ഇതാക്കലൊന്നും ഇല്ല കേട്ടോ. അപ്പം ഒക്കെ പാക്ക് ചെയ്ത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കാക്ക വന്നിട്ടുണ്ടായിന്. അപ്പോൾ കാക്കാൻ്റെ ഓട്ടോയിൽ ഇത് നമുക്ക് കൊറിയർ ഓഫീസിലേക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ളതേനി കേട്ടോ. അന്നത്തെ ദിവസം കൊണ്ടുപോകാനുള്ളതേനി കേട്ടോ. അങ്ങനെ കാക്കാൻ്റെ അടുത്ത് കൊടുത്തയച്ചു. പിന്നെ ബാക്കിൽ ബാവുക്കാക്കും പോയി. പിന്നെ അതായത് നമ്മൾ പഞ്ചായത്തത്തെ CDS സുനിത ചേച്ചിയാണ് കേട്ടോ. അതേപോലെ തന്നെ മറ്റത് MEC ആണ്, നുസ്രത്ത് എന്നാണ് പേരൂര്. നമ്മളെ സംരംഭം കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മളെ ന്യൂട്രിലോട് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഹെൽപ്പാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ